Hello viewers, so we completed our thinking about the text and now we will be dealing with thinking about language, page number 8. I hope my board is clear, you can see it clearly. So we will be dealing with this, the first session, that is look at the following sentence from the story. First I will be explaining this much part. Okay, this much I will explain to you, which is given in a textbook. Please all of you take your textbook and look and listen my explanation. Till here I will explain and then we will pass on to the questions. Okay, there are 6 questions given here. After that I will write the question and I will write the answer, but before that I will give the explanation. So look at the following sentences from the story. Some sentences from the story is given here. Okay, suddenly a strong wind began to blow and along with the rain very large hailstones began to fall. So it's written here, all of a sudden പെട്ടെന്ന് എന്താണ് വീശാൻ തുടങ്ങിയത്? സ്ട്രോങ് വിൻഡ്, ഒരു ഭയങ്കര ശക്തിയേറിയ കാറ്റ് വീശി. നമ്മുടെ സ്റ്റോറിയിലെ ഒരു ഭാഗമാണ്. And along with the rain very large hailstones began to fall. And along with the rain what began to fall? Hailstones began to fall. ആലിപ്പഴം വീഴാൻ തുടങ്ങി. ശക്തിയേറിയ കാറ്റിലൂടെ എന്ത് വീഴാൻ തുടങ്ങി? ആലിപ്പഴം പൊഴിയാൻ തുടങ്ങി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Hailstones, they have explained what are hailstones. We already studied about that. Hailstones are small balls of ice that fall like rain. Hailstones എന്ന് പറയുന്നത് മഴ പോലെ പൊഴിഞ്ഞു വീഴുന്ന കൊച്ചു കൊച്ചു ഐസ് കട്ടകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? hailstones എന്ന് പറയുന്നത്. ഓക്കെ, a storm in which hailstones fall is a hailstorm. Now what is a hailstorm? It's a storm in which hailstones fall. Okay, അപ്പം ആലിപ്പഴം അല്ലെങ്കിൽ ഐസ് കട്ട പൊഴിയുന്ന കാറ്റോടുകൂടി ഐസ് കട്ട പൊഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? hailstorm എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, you know that a storm is bad weather with strong winds, rain, thunder and lightning. We all know what is a storm. അല്ലേ, നമ്മൾ വലിയ കൊടുങ്കാറ്റ് വീശുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി എന്ത് കാണും? കൊടുങ്കാറ്റിൻ്റെ കൂടെ ഇപ്പോൾ ശാന്തമായ അന്തരീക്ഷത്തിലാണോ കൊടുങ്കാറ്റ് വീശുന്നത്? അല്ല, അല്ലേ? അപ്പം നോർമലി വാട്ട് ഹാപ്പൻസ് വെൻ എ സ്റ്റോം ബ്ലോസ്? യു നോ ദാറ്റ് ദ സ്റ്റോം ഈസ് ബാഡ് വെതർ. സ്റ്റോം എന്ന് നമ്മൾ പറയുന്നതിന് ദ വെതർ വിൽ ബി വെരി ബാഡ്. നമുക്ക് പേടി തോന്നും കാണുമ്പോൾ, ഓടി വീടിനകത്ത് കയറി കഥ അടയ്ക്കാൻ തോന്നും, അല്ലേ? അപ്പം ഇറ്റ്സ് എ സ്റ്റോം ഇസ് എ ബാഡ് വെതർ. വളരെ മോശമായൊരു കാലാവസ്ഥയാണ് ഈ സ്റ്റോം എന്ന് പറയുമ്പം. സ്റ്റോം വരുമ്പം അത് വളരെ മോശമായൊരു കാലാവസ്ഥയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ സ്റ്റോമിനെ അക്കമ്പനി ചെയ്യുന്നത്? വിത്ത് സ്ട്രോങ് വിൻഡ്സ്, ശക്തമായിട്ട് കാറ്റ് വീശും, അല്ലെ? ശക്തിയേറെ കാറ്റായിരിക്കും വീശുന്നത്. പിന്നെന്ത് വേണം? റെയിൻ, മഴ കാണും. തണ്ടർ, ഇടി കാണും. പിന്നെ മിന്നൽ കാണും. തണ്ടർ ആൻഡ് ലൈനിങ്, ഇടിയും മഴയോടും കൂടി ശക്തമായ കാറ്റ് മടിച്ചാണ് മഴ പെയ്യുന്നത്, അല്ലേ? ഇങ്ങനെയാണ് ഇതിനെയാണ് സ്റ്റോം എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു അന്തരീക്ഷത്തിൽ വരുന്ന കാറ്റിനെയാണ് നമ്മൾ സ്റ്റോം എന്ന് പറയുന്നത്, അല്ലേ? അന്തരീക്ഷം ഇങ്ങനെയായിരിക്കും, ക്ലൈമറ്റ് ബാഡായിരിക്കും, അതുപോലെ മഴ കാണും, ഇടിമിന്നലും കാണും, അല്ലേ? അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. there are different names in different parts of the world for storm depending on their nature. അപ്പം how do we name storm? കാറ്റിന്, വിൻഡിനും സ്റ്റോമിനും ഒക്കെ വി പുട്ട് നെയിംസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ. അത് എന്തൊക്കെ എത്രമാത്രം ഡിസ്ട്രക്റ്റീവാണ്, അതുകൊണ്ട് എങ്ങനെയാണ് വീശുന്നത്, ഇതൊക്കെ ആസ്പദമാക്കിയാണ് വി പുട്ട് നെയിംസ് ഫോർ wind or storm. Can you match the names in the box with their descriptions below and fill in the blanks? You may use a dictionary to help you. Well, there are some questions given in the bracket. Names of 6 storm is given. സ്റ്റോമിൻ്റെ 6 പേരുകളാണ് തന്നിരിക്കുന്നത്. 6 names of storm is given in the bracket. 6 names of storm. സ്റ്റോമിനുള്ള 6 പേരുകളാണ് തന്നിരിക്കുന്നത്. One is gale, whirlwind, cyclone, hurricane, tornado, typhoon. അപ്പോൾ ഇങ്ങനെ സ്റ്റോമിന് there are 6 names. Storm or wind is called by 6 names in different part of this world, അല്ലേ? നമ്മുടെ ഈ വേൾഡിൻ്റെ പല ഭാഗത്തായിട്ട് പല പേരുകളിലാണ് നമ്മൾ വിൻഡിനെ വിളിക്കുന്നത്, അല്ലേ? how are they given such names? Based on their nature, അല്ലേ? അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവറും എത്രമാത്രം ഇൻറ്റൻസിറ്റി ഉണ്ട്, അതിന് എത്രമാത്രം ഡിസ്ട്രക്റ്റീവ് ആണെന്ന്, നാശം വിതയ്ക്കുന്ന ആണ് എന്നുള്ള ബേസ് ചെയ്താണ് ഓരോ കാറ്റിനും കൊടുങ്കാറ്റിനും അതിൻ്റേതായ പേരുകൾ നമ്മൾ നിശ്ചയിക്കുന്നത്. ഓക്കെ,
So here now I'll pass on to the question. I'll write the first question on the board and I'll give the answer also. Okay, the first one, question number 1. Now I'll write on the board. All of you please take a textbook and fill in the answers. First one, there is no need for you to write the question because since I am sure that all of you have your textbook and you can just fill in the answers. Okay. First one is a violent tropical storm in which strong winds move in circles. Strong winds move in a circle. What is the answer? A violent tropical storm. ഭയങ്കര വയലൻ്റ് ആണ് അല്ലേ? വയലൻ്റ് മീൻസ് ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കുന്ന അക്രമാസക്തമായ നമുക്ക് പറയാം പല നാശവും വിതയ്ക്കാൻ കേപ്പബിളായിട്ടുള്ളൊരു വിൻഡാണ്. എ വയലൻ്റ് ട്രോപ്പിക്കൽ സ്റ്റോം ഉഷ്ണമേഖല പ്രദേശത്തു നിന്നുള്ള സ്റ്റോമാണ്. എ വയലൻ്റ് ട്രോപ്പിക്കൽ സ്റ്റോം ഇൻ വിച്ച് സ്ട്രോങ് വിൻസ് മൂവ് ഇൻ എ സർക്കിൾ. അപ്പോൾ ശക്തമായ വിൻസ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? മൂവ് ഇൻ എ സർക്കിൾ. ഇനി ചുറ്റി സർക്കിളിലായിരിക്കും വട്ടത്തിലായിരിക്കും അത് മൂന്ന് സർക്കിളിൻ്റെ ഷേപ്പിലായിരിക്കും അത് വീശുന്നത്. ചുഴലി പോലെ ഇങ്ങനെ ചുറ്റിയല്ല, ഒരു വട്ടമായിരിക്കും അത്, സർക്കിളിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് മൂവ്സ് ഇൻ എ സർക്കിൾ. മറ്റേ വേൾഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ സ്പിന്നിങ് ഉണ്ട്, ഇങ്ങനെ പമ്പരം പോലെ കറങ്ങുന്ന സ്പിന്നിങ് പോലത്തെ. ഇതല്ല, ഇങ്ങനെ വട്ടം കറങ്ങുന്ന വിൻഡാണ്. അതിൻ്റെ പേരാണ് സൈക്ലോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെല്ലിങ് സി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം. സി ഓൾഡ് തന്നിട്ടുണ്ട്. സൈക്ലോൺ. Okay, now the second question. An extremely strong wind ഭയങ്കര ശക്തിയുള്ള വിൻഡിന് നമ്മൾ വേറൊരു പേര് പറയും. എന്താണ്? ഗെയിൽ. തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ബാക്കി നമുക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ, next is third one. സെക്കൻഡ് വൺ ആൻഡ് എക്സ്ട്രീംലി വളരെയധികം ശക്തിയുള്ള ഒരു സ്ട്രോങ് വിൻഡ്. അതിനെന്താ നമ്മൾ പറയുന്നത്? ഗെയിൽ എന്ന് പറയും അല്ലേ? തേർഡ് വൺ, എ വയലന്റ് storm whose center is a cloud
the shape of a funnel. Tornado. TORNADO. ടൊർണാഡോ. പേര് നല്ല ഭയങ്കര ശക്തിയുള്ള കാറ്റാണ്. പക്ഷേ സെൻറ്റർ ഇങ്ങനെ ചില നമ്മൾ കണ്ടില്ല ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റി ചുറ്റി അങ്ങ് പോകും അല്ലേ. വയലൻറ്റ് സ്റ്റോം ഹൂസ് സെൻറ്റർ ഇസ് എ ക്ലൗഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഫണൽ. ഒരു കുഴൽ പോലെ ഇരിക്കും, ഫണൽ പോലെ ഇരിക്കും അല്ലേ മേളോട്ട്. അതിനാണ് നമ്മൾ ടൊർണാഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം കുറച്ച് ഡിഫറൻസസേ ഉള്ളൂ. എല്ലാം ഓൾമോസ്റ്റ് ഡിസ്ട്രക്റ്റീവാണ് കാറ്റുകളെല്ലാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അവയ്ക്ക് പല പേരുകൾ നമ്മൾ നൽകുന്നത് അല്ലേ. സൈക്ലോൺ, ഇത് വട്ടം ചുറ്റുന്ന സർക്കിളാവുന്ന ഈ സ്പിന്നിങ് നമ്മൾ പറയും. നമ്മുടെ ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ഈ സൈക്ലോണും വേൾവിൻഡും ഒക്കെ ഏകദേശം ഒരു ചുഴലിയുടെ ലക്ഷണം തന്നെയാണ് അല്ലേ. സൈക്ലോൺ എന്ന് പറയുമ്പോൾ വട്ടം ചുറ്റുന്ന കാറ്റാണ്. മറ്റേ ചുഴലി എന്ന് പറയുമ്പോൾ ചുരുണ്ട് കിടക്കുന്നത് അത് വേൾവിൻഡ് നമ്മൾ പറയും. ചുഴലിക്കാറ്റ് വേൾവിൻഡ് എന്നാണ് നമ്മൾ ചുഴലിക്കാറ്റെന്ന് പറയുന്നത്. സൈക്ലോണും അത് ആ ടൈപ്പിലൊരു വിൻഡ് തന്നെയാണ്. കാരണം അത് വട്ടമാണ് കറങ്ങുന്നത്, സർക്കിളിലാണ്. പിന്നെ ഭയങ്കര ശക്തമേറിയ ഒരു വിൻഡാണ് ഗെയിൽ എന്ന് പറയുന്നത്. പിന്നെ GALE. പിന്നെ വയലൻറ്റ് സ്റ്റോം ഹൂസ് സെൻറ്റർ ഇസ് എ ക്ലൗഡ്. ഇങ്ങനെ ഫണൽ പോലെ കുഴൽ പോലെ മുകളോട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ടെലിവിഷനിലൊക്കെ നമ്മൾ കാണും അല്ലേ, ഇങ്ങനെ ക്ലൗഡ് ചുറ്റുന്ന പോലെ ഇങ്ങനെ കുഴൽ പോലെ മുകളോട്ട് ചുറ്റിയിരിക്കും അല്ലേ. എന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിപ്പോവും. അതായത് വയലൻറ്റ് സ്റ്റോം ഹൂസ് സെൻറ്റർ ഇസ് എ ക്ലൗഡ് ഇൻ ദ ഷേപ്പ് ഓഫ് ഫണൽ. കാരണം ഒരു ഫണൽ ഇങ്ങനെ ഒരു കുഴൽ പോലെ മുകളോട്ട് പൊങ്ങിയിരിക്കും അല്ലേ. മഡും എല്ലാം കൊണ്ട് ഇങ്ങനെ കുഴൽ പോലെ മുകളോട്ട് പൊങ്ങിയിരിക്കുന്ന ടൈപ്പിലെ ഒരു വിൻഡാണ് എന്താ പറയുന്നത്. നടുക്ക് ഇങ്ങനെ ക്ലൗഡ്, സെൻറ്റർ ഇസ് എ ക്ലൗഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഫണൽ. നടുക്ക് നമുക്കിങ്ങനെ മുകളോട്ട് പൊങ്ങുമ്പോൾ ഇങ്ങനെ ക്ലൗഡ് നടുക്കുള്ള പോലെ തോന്നും അല്ലേ. വയലൻറ്റ് സ്റ്റോം ഹൂസ് സെൻറ്റർ ഇസ് എ ക്ലൗഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഫണൽ. അതിന് നമ്മൾ ടൊർണാഡോ എന്നാണ് പറയുന്നത് അല്ലേ. ടൊർണാഡോ ഇച്ചിരി വ്യത്യാസങ്ങളേ ഉള്ളൂ ഈ കാറ്റുകൾക്ക് തമ്മിൽ. അപ്പം all of you please take down this. Afterwards I'll give you the remainder. Now can I rub this? I rub the first one and give you the rest of the two answers. A small correction is here. Please listen. This is question number 4 actually. Okay, a violent storm whose center is a cloud in the shape of a funnel. Tornado. In third question answer I miss in fourth I'll write the answer for the third question. Okay, is it clear? First second question an extremely strong wind gale aanu. The third question I skip ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ അത് വീണ്ടും മേളിൽ എഴുതാം. Fourth question, a violent storm whose center is a cloud in the shape of a funnel. Tornado എന്നാണ് പേര്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം. ഞാൻ ഈ നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണേ. തേർഡ് ക്വസ്റ്റ്യൻ ഇനിയുമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കാരണം അത് അബദ്ധത്തിൽ ബൈ മിസ്റ്റേക്ക് അറിയാതെ വിട്ടിരുന്നു. I just left it unknowingly. A violent tropical storm with very strong winds. This wind is very violent and with very strong winds. Okay, ഭയങ്കര ശക്തിയേറിയ കൊടുങ്കാറ്റാണ്. അതെന്താണ് അതിൻ്റെ പേര്? ടൈഫൂൺ. TYP തന്നിട്ടുണ്ട് ഓൾറെഡി ഗിവൺ ടെക്സ്റ്റ് ബുക്ക്. TIPHOON. ടൈഫൂൺ. The spelling is typhoon. We call it typhoon. അപ്പോൾ ഭയങ്കര ശക്തിയേറിയൊരു വയലൻറ്റ് കൊടുങ്കാറ്റാണ്.
ആ കാറ്റ് അതിൻ്റെ അത് വീശുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ആ കാറ്റ് വീശുന്നത്. അതിന് നമ്മൾ ടൈഫൂൺ എന്ന് പറയും. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡ്രോപ്പ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് റൈറ്റ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദ നമ്പറിങ്. സെക്കൻഡ് കഴിഞ്ഞാൽ ഫോർത്താണ് തന്നിരിക്കുന്നത്, അത് കഴിഞ്ഞാൽ then only I gave the third one. Okay, now I will write the fifth one. A violent storm with very strong winds. Especially in the Western Atlantic Ocean. What is the name? Hurricane. An R is given here already. Okay, H-U-R is already given. H-U-R-R-I-C-A-N-E, hurricane. So, a violent storm with very strong winds. I told you, only a little difference is there. Almost everything is the same, isn't it? Everything resembles each other. എല്ലാ സ്റ്റോമും വിൻഡും കൊടുങ്കാറ്റും എല്ലാം ഏകദേശം ഒരേ, കുറച്ചുകൂടി ഡിസാസ്ട്രസ് ആയിരിക്കുമെന്നേ ഉള്ളൂ അല്ലേ. ഇവിടെ നോക്കിയാൽ വയലൻറ്റ് സ്റ്റോം, ഭയങ്കര ശക്തിയേറിയ സ്റ്റോം വിത്ത് വെരി സ്ട്രോങ് വിൻഡ്സ്, അടിക്കുന്ന ശക്തമായ കാറ്റാണ് അടിക്കുന്നത്. എസ്പെഷ്യലി ഇൻ ദ വെസ്റ്റേൺ അറ്റ്ലാന്റിക് ഓഷൻ. എസ്പെഷ്യലി ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോം ഈസ് ഫൗണ്ട് ഇൻ വെസ്റ്റേൺ അറ്റ്ലാന്റിക് ഓഷൻ. ആ സ്ഥലത്തു നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ആ ഏരിയയിലാണ് അത് കൂടുതൽ കാണാൻ നാശം വിതയ്ക്കുന്നത്. വെസ്റ്റേൺ അറ്റ്ലാന്റിക് ഓഷൻ്റെ ആ കരയിലാണ് അത് കാണുന്നത്. ആ സ്ഥലത്താണ് എസ്പെഷ്യലി കണ്ടോ, പ്രത്യേകിച്ചും വയലൻറ്റ് സ്റ്റോം വിത്ത് വെരി സ്ട്രോങ് വിൻഡ്സ് ആണ് എസ്പെഷ്യലി ഇൻ വെസ്റ്റേൺ അറ്റ്ലാന്റിക് ഓഷനിലാണ്. അതിന് പറയുന്ന പേരാണ് ഹ്യൂറിക്കെയിൻ. ഓക്കെ, H-U-R-R-I-C-A-N-E, H-U-R-R-I-C-A-N-E, hurricane. Okay, so please, all of you, please take down this much. Then one more question is there. I'm going to drop the last question. That is the sixth one. No need for you to write the question, just take down the answer, so it will be easy for you because you already have the question printed in your textbook and there is a gap given that you write the answers, so you can just fill the answers. Okay, no need to waste your time by taking all the questions in your notebook. A very strong wind that moves very fast in a spinning movement. And causes a lot of damage. I mentioned earlier about this wind while I was speaking about cyclone. A very strong wind that moves very fast. It moves very fast. How? In a spinning movement. It's also, how does the top spin? Round like this, isn't it? Top. You might have seen a top spinning, isn't it? In the same way, a very strong wind that moves fast in a spinning movement.
and causes a lot of damage. What is that? Whirlwind. Foreign is already given here, whirlwind. So I hope it's clear. A very strong wind that moves very fast in a spinning movement. And I hope I had encountered this once. To make it a little more interesting, let me tell you a small story. Okay, you know, while I was studying in 4th standard, my father was working in Pyramid, and myself with my mom, we were staying there, and my mom took me to school, and on our way we were just walking to school because it was quite near, but suddenly a very big storm came. It was already raining, slightly raining, and the storm was about to approach, but we didn't take care of it. My mom was taking me to school. At that time, what happened, when we were approaching forward, suddenly the storm started blowing very harshly, we should say. And I was just a small kid studying in 4th standard, and now of my son's age, my son is studying in 4th standard, of the same age I was at that time. And suddenly what happened, when we were walking forward, in front of us the mud was just going round and round in front of us. ചുറ്റി മണ്ണ് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. We felt very afraid. We were very afraid. We don't know how we will reach school. I studied at that time at St. Pius English Medium School, Pyramid. So I don't know how I and my mom managed to reach school. എങ്ങനെ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു എന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്നായിരുന്നു ഈ കാറ്റടിച്ചതും മണ്ണിങ്ങനെ മുൻപിൽ നടക്കുമ്പോൾ ഇങ്ങനെ ചുറ്റി പോവായിരുന്നു. It was very terrifying. We were very afraid, and by God's grace, suddenly after a few minutes it subsided and we were able to reach school. അപ്പം ശരിക്കും നേരിട്ട് കണ്ടൊരു സമയമായിരുന്നു. മണ്ണിങ്ങനെ ചുറ്റി പോയി ഞങ്ങൾ നടക്കുമ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയൊന്നും കാണാൻ പറ്റുകയില്ല. ഫുൾ അങ്ങ് മിസ്റ്റും, പീരുമേടായതുകൊണ്ട് ഫുൾ മിസ്റ്റാണ്. അപ്പം ഇത് കുട്ടിക്കാനമാണ് സ്കൂള്. അപ്പോൾ അവിടെ ഒരു റെസ്റ്റ് ഹൗസിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഫുള്ള് മിസ്റ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ മൂടി മുന്നോട്ട് നമ്മൾ പോകുമ്പം മുന്നിലുള്ള വണ്ടികളൊന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പം when I speak about this storm, suddenly that comes to my mind. I just shared my experience with you about this storm. I think it was whirlwind because the mud was spinning round and round. The mud thing, വട്ടത്തിൽ ചുറ്റിയായിരുന്നു പൊക്കോണ്ടിരുന്നത്. So I think that was whirlwind which we encountered.